അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാ വർത്താനം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാഹ്. ഇന്നലെ നമ്മളെ അൽഖൗമിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അൽഖൗമായ ഹാഫിളിൻ്റെയും അതേമാതിരി നമ്മളെ നൗസുവിൻ്റെ കുഞ്ഞേമീൻ്റെ പമ്പൈസൊക്കെ പാടെ ഉള്ള ആ അൽഖൗമിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗം കേട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഏതായാലും ഒന്ന് കേട്ട് നോക്കാം, ഒന്ന് കേട്ട് നോക്കാണ്. ചെയ്യുന്നതിലുമൊക്കെ കൂടുതൽ സമയം കണ്ടെത്തേണ്ടതായതുകൊണ്ടാണ് നമ്മൾ ഈ മാസത്തിൽ വാഴും നമ്മളെ മജ്ലിസും ഇങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ മാറ്റിവെച്ചത് റമദാനിൽ നടത്താൻ പാടില്ലാത്തൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ റമദാനിൽ പറയാൻ പറ്റാത്തൊരു ഇൽമായിട്ടോ റമദാനിൽ എന്തോ ക്ലിപ്പിട്ട് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ അതെന്തോ കുറ്റായിട്ടോ അല്ലാത്ത കാലത്ത് അത് ചെയ്യലൊരു പുണ്യകർമ്മം റമദാനിലാകുമ്പം അതെന്തോ ഒരു കുഴപ്പം. അങ്ങനല്ല, ഏതൊരു കാര്യവും മഹത്തുള്ളതാണെങ്കിൽ അത് ഏത് കാലത്തും മഹത്വം തന്നെ. അൽഖൗമ് മൂല്യരെ അവിടെ നിൽക്കേണ്ടിയിരുന്നു. നിങ്ങൾ മഹത്തുള്ളതാണെങ്കിൽ ഏതൊരു കാലത്തും അത് മഹത്വം തന്നെ എന്നുള്ള ആ വരിയിൽ നിങ്ങൾ നിൽക്കേണ്ടിയിരുന്നു. അത് നിങ്ങൾ നിന്നില്ല. ആ വരിയിൽ നിങ്ങൾ നിന്നില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ കേട്. മാത്രമല്ല, നിങ്ങളെ നിങ്ങളൊപ്പമുള്ള ഒരു 2-3 ആളുകൾ നിങ്ങളെ അടുത്തൊന്ന് നിർദ്ദേശത്തിനനുസരിച്ച് പ്രസംഗിക്കുകയാണ്. ഇപ്പം നേരെ അൽഖൗമന്നെ വന്നുകൊണ്ട് പറയണം. അൽഖൗമന്നെ പറയണം ഏത് കാലത്തും മഹത്തുള്ളതാണെങ്കിൽ എപ്പോഴും മഹത്തുള്ളത് തന്നെയാണ്. അതിൽ നിൽക്കേണ്ടിയിരുന്നു. ആ മഹത്വം നിങ്ങൾ ആദ്യം പ്രസംഗിച്ചിരുന്നു. പിന്നെ നിങ്ങളൊക്കെ തിരുത്തി പറയൽ തുടങ്ങി. ഏതായാലും ബാക്കി പറയട്ടെ. ഒരു ദീന് വ്യക്തമാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അത് ഏത് മാസമായാലും ഏത് കാലമായാലും ഏത് കാലത്തും അത് അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് ചില മാസങ്ങളിൽ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും. അതിന് കോട്ടം വരാതിരിക്കാൻ അതിനെ പ്രത്യേകം പരിഗണിക്കുക എന്നുള്ള നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതുപോലുള്ള സദസ്സുകൾ കുറച്ച് കൂടുതൽ സമയം ഖുർആൻ ഓതുക. അപ്പോൾ റമദാനിൽ ഇപ്പോൾ ക്ലിപ്പിട്ട് പ്രസംഗിക്കാതിരുന്നത് കൂടുതൽ സമയം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ നന്നായി. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സാവിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെയും സാവിയാണ് കേട്ടോ, സാനിയല്ല. സാവിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. പരമാവധി 10 ഖത്മെങ്കിലും കുറയാതെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ഓതണം. ഇതൊക്കെ ഒരു നല്ല ഉപദേശമാണ്. സാവിയക്കാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം 10 ഖത്തമെങ്കിലും ഓതണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 6 ഖത്തമെങ്കിലും ഓതാതെക്കൂലല്ലോ, 10 ഖത്തമെങ്കിലും ഓതണം എന്നുള്ള ആ ഒരു പ്രത്യേക നിർദ്ദേശം അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ കൊടുക്കും. എല്ലാ കൊല്ലവും അതുപോലെ ഇവിടെ താമസിച്ചും ഇവിടെ നിന്നും ഓതുന്നവരുണ്ട്. അല്ലാതെ വീടുകളിലും അല്ലാതെയൊക്കെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കലുണ്ട്. അതൊന്നും ആദ്യമായിട്ടല്ലേ, ഖുർആൻ ഓതി വർദ്ധിപ്പിക്കുക എന്നുള്ളതൊന്നും ആദ്യമായിട്ടല്ല. അതൊക്കെ പണ്ടേ ഉള്ളത് തന്നെയല്ലേ. എല്ലാവരും നല്ലോണം ഖുർആൻ ഓതും വേണം. ഉസ്താദുമാരായാലും വയത് പറയുന്നപ്പോൾ അഹ്സനി ഉസ്താദാകട്ടെ. അല്ല, എന്താ നമ്മളെ അൽഖൗമിന് നമ്മളെ അഹ്സനി ഉസ്താദിന് പ്രത്യേക ഒരു സ്നേഹം. മറ്റ് പമ്പൈസിനെയും കുഞ്ഞേമീനോട് വലിയൊരു സ്നേഹം കാണിച്ചില്ലല്ലോ. അതെന്തേ? അഹ്സനി നോൻ തന്നെ പറയരുതേന്ന് നടക്കുന്നത്. നൗസു അതുകൊണ്ട് ഞാൻ നൗസൂന്ന് വിളിച്ചത്. നൗസുവിന് എങ്ങനെ 10 ഖത്തമൊക്കെ ഓതാൻ സമയം ഉണ്ടാവില്ലേ? മറ്റുസ്താദുമാരാകട്ടെ ഓലൊക്കെയും റമദാൻ ഷരീഫ് വരുമ്പം പ്രത്യേകം ഖുർആൻ ഓതുന്നതിലും ദിക്ർ ചെല്ലുന്നതിലും ഇബാദത്തിലും അതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ചെറിയ സദസ്സുകളും ആ റമദാൻ ഷരീഫിന്റെ മഹത്വവും ഒക്കെ പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന സദസ്സുകളാണ് നമ്മൾ കൂടുതൽ നടത്തുന്നത്. അതിനർത്ഥം അത് നന്നായി. ഏതായാലും അങ്ങനെ നടത്തുന്നത് നല്ലതാണ്. ഈ റമദാനൊക്കെ ആകുമ്പോൾ അങ്ങനെ നടത്തുന്നത് നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ മാതിരിയൊക്കെ റമദാനിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദത്താപ്പയിൽ കഥ ഉള്ളത്. ദത്താപ്പ പറയണതൊക്കെ ചില്ലറ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോ ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന സംഭവങ്ങളോ നമ്മൾ റമദാനിൽ നിർത്തിവെക്കുക എന്നുള്ളത് അതെന്തോ ഒരു മോശപ്പെട്ട കാര്യമായിട്ടോ ഒരു പേച്ച കാര്യമായിട്ടോ ഒരു തെറ്റോ കുറ്റോ ആയിട്ടോ അല്ല. അതിനേക്കാൾ നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് റമദാനിൽ തിലാവത്തുൽ ഖുർആനാണ്, മറ്റ് ഇബാദത്തുകളാണ്. മറ്റുള്ള ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട മാസമാണ് ഇത് റമദാനു ഷരീഫ് എന്നുള്ള നിലക്ക. അങ്ങനെയാണത്. അതല്ലാതെ ഇപ്പം നടത്തിക്കൊണ്ടിരുന്ന പരിപാടി മോശപ്പെട്ട പരിപാടിയാണ് എന്നുള്ള നിലക്ക് മാറ്റി വെച്ചതല്ല റമദാനിന്.
റമദാനിന് ഇപ്പോൾ താൽക്കാലികം അതൊന്ന് നിർത്തി വെച്ചിട്ട് ഇനി റമദാൻ കഴിഞ്ഞിട്ടല്ലേ വീഡിയോ ചാടിക്കാനുള്ളത്. റമദാൻ കഴിഞ്ഞിട്ടല്ലേ വീഡിയോ ചാടിക്കാനും അതുപോലെ ഫോട്ടോ ചാടിക്കാൻ സംഭാഷണങ്ങൾ ഏറ്റെടുക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ചാടിക്കാനുള്ള റമദാൻ കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ ഈ റമദാനിൽ കുറച്ച് നേരം നൗഷാദിനോട് എന്നാൽ കുറച്ച് ഖുർആൻ ഓതിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയൊരിത് കൊടുത്താണ് അൽ ഖൗമ. അല്ലാതെ അത് അത്രയും ഗൗരവത്തിൽ ഉണർത്തിക്കൊടുക്കേണ്ട സമയം തന്നെയാണിത്. അതത്രയും കഠിനമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട നേരാണിത്. ദീന് ഫസാദാക്കലും ദീന് നാശമാക്കലുമായി ഉലമാ ഇറങ്ങി 4 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും. അൽ ഖൗമേ, നിങ്ങളെ സമ്മതപ്രകാരമാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്, ഇവൻ ഇറങ്ങിക്കാണ്ട് 4 പുറം ഇറങ്ങിക്കാണ്ട് കച്ചറ ഉണ്ടാക്കണതേ. ദീനിനെ പിന്നെന്ത് ചെയ്യാണ് ആകെ ചവിട്ടിത്തേക്കണത് ഈ നൗസും കുഞ്ഞേമും പമ്പൈസുമാണ്. അള്ളാഹു തആല കാക്കട്ടെ. ഇപ്പൊ നോക്കിയാൽ ഒരുപാട് വലിയമാരെ കണക്ക് നോക്കിയാൽ റമദാനു ഷരീഫിൽ ഓലെ മെയിൻ ജോലി എന്താ? റമദാനിൽ ഒരൊറ്റ ഒന്ന് അധികവും ഇവിടെ ഉണ്ടാവില്ല, ഒക്കെ ദുബായിലായിരിക്കും. ഇത് ഈ സാധുവിന് ഭയങ്കര ഒരു പ്രശ്നമായി. കാരണം എന്താ വെച്ചാൽ മൂല്യന്മാരൊക്കെ ദുബായി പോയിക്കണം, എല്ലാവരും ദുബായിലാണ്. അവിടെ ചെന്നിട്ടാണ് വെച്ചാൽ ബമ്പം പരിപാടിയിൽ സംബന്ധിച്ച വീഡിയോ ഒക്കെ വന്നപ്പോഴേ പാവം ഭയങ്കര ഒരു ഗതികേടായി പോയി. കണ്ടോ, ഇപ്പോൾ മൂല്യന്മാരൊക്കെ ദുബായിലാണ്, ദുബായി പോയി കുത്തിരിക്കുകയാണ്. അവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണ്. അതാണ് ഏറ്റവും വലിയ ഇബാദത്തായി കണക്കൂട്ടിയിരിക്കണമെന്നൊക്കെ പറയണത്. ഏതായാലും പറയട്ടെ. അല്ലെങ്കിൽ സൗദിയിലായിരിക്കും, അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും, ഒമാനിലായിരിക്കും, ബഹ്റൈനിലായിരിക്കും, കുവൈത്തിലായിരിക്കും. ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും വലിയമാരൊക്കെ. എന്തിനാ? ഖുർആൻ ഓതാൻ പോയതാ, ഇബാദത്തെടുക്കാൻ പോയതാ. എന്താ പണി? ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം എരന്നുണ്ടാക്കണ പണിയാണ്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഇയാൾ അവസാനം മടവൂരിനെ കുറ്റം പറയുന്നുള്ളത്. അത് കണ്ടോളി കളിഞ്ഞ്. മടവൂര് കള്ളനാണെന്ന് ഇയാൾ പറയേണ്ടി വരും. കാരണം ഈ മൂല്യന്മാരോട്, AP ഉസ്താദിനെ പോലത്തെ ആൾക്കാരോട് ഇത് ലോകം മുഴുവൻ കറങ്ങിക്കോ, നാട്ടിൽ കൂടി ആകെ നടന്ന് കറങ്ങിയിട്ട് മൂസാ നബിൻ്റെ പണിയെടുത്തിട്ട് ഇസ്ലാമിനെ വളർത്താൻ നോക്കി എന്ന് പറഞ്ഞത് ആരാണ്? മടവൂർ ഷെയ്ഖുനെ പറഞ്ഞിരിക്കണത്. CM വലിയുള്ള പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ഈ പിന്നെ മൂസാ നബിൻ്റെ പണിയെടുത്തും കൊണ്ട് നടക്കുന്നത്. ഞാൻ ഖിദർ നബിൻ്റെ പണിയെടുത്തൊരു മൂലൊക്കെ കൂടിക്കോളാമെന്നാണ് ആര് പറഞ്ഞത്? CM വലിയുള്ള പറഞ്ഞത്. അപ്പം മൂസാ നബിൻ്റെ പണിയെടുക്കാൻ വേണ്ടി കൊണ്ട് എന്ത് ചെയ്താണ്, പറഞ്ഞയച്ചതാണ്, പോയതാണ്. ആ പോക്കാണ് പോണത്. എന്നിട്ട് ഇപ്പം അതിനെ കുറ്റപ്പെടുത്തുക. ഏത് അമ്പിയാക്കളെ വിറാസത്താത്? റമദാൻ മാസത്തിൽ പിരിവ് നടത്തുന്ന പരിപാടി. റമദാൻ മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിക്കുക എന്നുള്ളത് റമദാനിൽ ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കളെ വാരിസബല്? ഇതിപ്പോൾ സംഭവിച്ചത് ഇയാൾക്ക് ഇതിലൊന്നും പോകാൻ പറ്റണില്ല. ദുബായിക്കോ ഖത്തർക്കോ ഒമാനിക്കോ മസ്കറ്റിക്കോ ഇവിടെ ഒന്നും ചെന്നാൽ അവിടെ ഒന്നും സ്വീകരിച്ചിട്ട് വലിയൊരു പരിപാടി ഉണ്ടാക്കാൻ ആൾക്കാരില്ല. ഇങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇനിയിപ്പോൾ അത് കുറ്റപ്പെടുത്താൻ കാരണമുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നേറ്റൊരു വീഡിയോ വന്നിക്കണ്. AP ഉസ്താദും പേരോട് ഉസ്താദും കൂറ്റമ്പാറ ഉസ്താദും അവിടെ നടക്കണേ. അതൊന്ന് നോക്കുകയാണെങ്കിൽ ആ വീഡിയോ കണ്ട ആർക്കും കുരു പൊട്ടും ചെയ്യും. പ്രൗഢഗംഭീര റമദാൻ പ്രഭാഷണത്തിന് ആയിരങ്ങൾ ഒഴുകിയെത്തി. UAE ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഈ വർഷത്തെ റമദാൻ വിശിഷ്ടാതിഥിയായി ഇന്ത്യയിൽ നിന്ന് വന്ന പണ്ഡിതരുടെ പ്രഭാഷണം പ്രൗഢമായി. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, ഹാഫിൽ അബൂബക്കർ സഖാഫി എന്നിവർ ആയിരങ്ങളെയാണ് അഭിസംബോധനം ചെയ്തത്. തറാവി നിസ്കാരാനന്തരം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്ന റമദാൻ പ്രഭാഷണം വിശ്വാസികൾക്ക് നവ്യാനുഭൂതി നൽകി. ജനനിബിഡമായ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് റമദാൻ അതിഥിയായി വന്നവർ വിശ്വാസികൾക്ക് റമദാനിനെ കുറിച്ചും ഇസ്ലാമിന്റെ തത്വസംഹിതകളെ കുറിച്ചും സരളമായ ശൈലിയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിർവഹിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് ബാബ ഹാജി ആശംസ പ്രസംഗം നടത്തി. ബദറുസാദത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. അബ്ദുൽ ഹക്കീം അസാരി, അലവി സഖാഫി കൊളത്തൂർ, ഷാഫി സഖാഫി മുണ്ടമ്പ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. വനിയ സ്പൈക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഷിദ് അബ്ദുറഹ്മാൻ വിശിഷ്ടാതിഥിയായിരുന്നു. ICF നേതാക്കളായ മുസ്തഫ ദാരിമി, ഉസ്മാൻ സഖാഫി തിരുവത്ര, PV അബൂബക്കർ മൗലവി, ഹമീദ് ഈശ്വരമംഗലം, ഹമീദ് സഹേദി തുടങ്ങിയവർ പങ്കെടുത്തു. ICF റീജിയൻ പ്രസിഡന്റ് ഹംസ ഹസനി വയനാട് അധ്യക്ഷത വഹിച്ചു. ഷഹീദ് അസേരി സ്വാഗതവും ഹക്കീം വിളയിൽ നന്ദിയും പറഞ്ഞു. ഗൾഫ് മീഡിയ 24 അബുദാബി.
അൽക്കൗമൂലേര് എങ്ങനെ പറയാതിരിക്കുക? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റമദാൻ ആയുമ്പാടി ഇവർ എ പി ഉസ്താദ്, പേരോട് ഉസ്താദ്, പൊന്മൾ ഉസ്താദ്, കൂറ്റമ്പാറ ഉസ്താദ്, ഖലീൽ തങ്ങൾ പാപ്പ, ഇതുപോലെ ഇനി പോകാൻ ബാക്കിയുള്ള മൂല്യന്മാരൊന്നുമില്ല, ഒക്കെ ദുബായിക്ക് എത്തിക്കണം. അവിടെയാണ് വെച്ചാലോ അലോക്കിൻ്റെ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് ഇവർ. അങ്ങനെ അവിടെ നിന്നാണ് വെച്ചാലോ റിയാലാണ് കൊടുക്കുന്നത്, പൈസ ആണ് വെച്ചാൽ അങ്ങനത്തെ പൈസ. ഇതിങ്ങോട്ട് കണ്ടു നോക്കുമ്പോൾ ഇയാൾക്കിന് കുരുപൊട്ടിയതാണ്. അങ്ങനെ പിന്നെ ഇയാൾ പറയാണ് എല്ലാവരും പാടപ്പം അങ്ങോട്ട് കയറി പോവുകയാണ്. അതാണോ റമദാൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കഴിച്ചിനെ മുന്തിരി കിട്ടണില്ല എന്നുണ്ടപ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്, അതെന്ത് ചെയ്യാണ്, കഴിച്ചെന്നറിയില്ലേ, അങ്ങനെ ഉണ്ടല്ലോ. കുറുക്കൻ കുറേ ചാടി നോക്കി മുന്തിരി വെക്ക് കിട്ടണില്ല എന്നുണ്ടപ്പോൾ അത് വേണ്ടത് കഴിച്ചണ സാധനമാണ് തന്നില്ലേ. അന്നതുപോലെ അങ്ങോട്ട് പോയി എത്തിപ്പെട്ട് കണ്ടുള്ള പരിപാടിക്ക് കഴിയൂലെന്നുണ്ടപ്പോൾ പിന്നെ അയിമക്ക് ചാടിയിട്ട് അത് കുറ്റപ്പെടുത്തുക. ഏതായാലും റമദാനിൻ്റെ മുമ്പ് നടത്തിയതിനേക്കാൾ ഒന്നും കൂടിയും പവർ കൂടിയതാണ് ഇപ്പോൾ നടത്തിയതെന്ന് വെച്ച് തോന്നുന്നത്. അൽഹംദുലില്ലാ, പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും അവരൊക്കെ പോയിക്കണത് ഹബീബെ ദീനിനെ വളർത്താൻ വേണ്ടിക്കൊണ്ടാണ്. അവിടെ ചെന്നിട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കൊടുക്കാണ്ട് ഓല് പെര വെക്കുക അല്ലെങ്കിൽ ഓലേതായ സ്വന്തം കാര്യത്തിനല്ല. പാവപ്പെട്ട കുട്ടികളെ വളർത്താൻ വേണ്ടിക്കൊണ്ടാണ്. പാവപ്പെട്ട എത്തിയും കുട്ടികൾക്ക്, പാവപ്പെട്ട പിന്നെ പ്രയാസപ്പെടുന്നവർക്ക്, വീടില്ലാത്തവർക്ക് വീട്, കിണറില്ലാത്തവർക്ക് കിണർ, ഇതുപോലെ ഒരുപാട് സാമൂഹിക പ്രവർത്തനം മടവൂർ CM വലിയുള്ളായി പറഞ്ഞ് ആ പ്രവർത്തന വഴിയിലാണ് അവരുള്ളത്. മനസ്സിലായോ? അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് അത് നിങ്ങൾ ചെയ്തത് ശരിയല്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അത് നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ഇപ്പോൾ പറ്റ നാശമായി. അങ്ങനെ നാശാകാൻ പാടില്ലായിരുന്നു. അസൂയ ഒഴിവാക്കി കേട്ടോ.